നമസ്കാരം. നിങ്ങളുടെ വീടിന്റെ മുറ്റത്തോ ഓഫീസിലെ മേശപ്പുറത്തോ ഒക്കെ സ്ഥിരമായി കാണുന്ന ആ ചെറിയ ചെടിയില്ലേ? അതെ, നമ്മുടെ സ്വന്തം കറ്റാർവാഴ. ഒറ്റനോട്ടത്തിൽ വളരെ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള ഒരു അത്ഭുത സസ്യമാണിത്. ഒരേ സമയം പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് ഇതിനെ പ്രകൃതിയുടെ ഒരു സ്വിസ് ആർമി നൈഫ് എന്നുതന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അമർത്യതയുടെ സസ്യം കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ? പുരാതന ഈജിപ്തുകാർ കറ്റാർവാഴയ്ക്ക് നൽകിയ കിടിലനൊരു പേരാണിത്. അതിശക്തമായ രോഗശാന്തിശേഷിയുള്ളതുകൊണ്ടാണ് അവർ ഇതിനെ ഇത്രത്തോളം ആദരിച്ചിരുന്നത്. അന്നുമുതൽ ഇന്നുവരെ മനുഷ്യരാശിയെ അതിശയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ സസ്യത്തിന്റെ യഥാർത്ഥ മാജിക് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ സ്ലൈഡിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകമെമ്പാടുമായി ഏകദേശം 500-ലധികം വ്യത്യസ്ത ഇനം കറ്റാർവാഴകളുണ്ട് എന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൽ ഒരേയൊരിനം മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ലോകപ്രശസ്തമായ സൂപ്പർ സ്റ്റാർ. ആ ഒരൊറ്റ താരത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ശരി, നമുക്കിതിലേക്ക് കടക്കാം. പ്രധാനമായും 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. 1. അമർത്യതയുടെ സസ്യം. 2. അത്ഭുത ജെല്ലിനുള്ളിൽ. 3. മികച്ച ചർമ്മകേശ സംരക്ഷണം. 4. പ്രകൃതിദത്തമായ മരുന്നുകുപ്പി. ഒപ്പം 5. പരിചരണം, മുന്നറിയിപ്പുകൾ, നിഗമനങ്ങൾ. ഒന്നാമത്തെ ഭാഗം അമർത്യതയുടെ സസ്യം. പുരാതന വേരുകൾ തേടി. വളരെ ലളിതമായ, വെള്ളമധികം വേണ്ടാത്ത ഈ ചെടിയെ ലോകമെമ്പാടുമുള്ള മനുഷ്യർ പ്രകൃതിദത്തമായ രോഗശാന്തിക്കും സൗന്ദര്യ സംരക്ഷണത്തിനുമായി എത്രമാത്രം വിശ്വസിച്ചിരുന്നു എന്നത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ ലോകമെമ്പാടുമുള്ള മഹാനാഗരികതകൾ കറ്റാർവാഴയുടെ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് കാണാം. പുരാതന ഈജിപ്തിലും ഗ്രീസിലും ഇന്ത്യയിലും ചൈനയിലുമെല്ലാം ഇതൊരു ഒഴിച്ചുകൂടാനാവാത്ത ഔഷധമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം ആയുർവേദത്തിൽ ഈ ചെടിക്ക് എത്ര വലിയ സ്ഥാനമാണുള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. രണ്ടാമത്തെ ഭാഗം അത്ഭുത ജെല്ലിനുള്ളിൽ. കറ്റാർവാഴയുടെ ശാസ്ത്രം. ആ പുരാതന കഥകളിൽ നിന്ന് നമുക്ക് കുറച്ച് സയൻസിലേക്ക് വരാം. ഈ കട്ടിയുള്ള പച്ച ഇലകൾക്കുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണുള്ളതെന്ന് നമുക്ക് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ ആ സൂപ്പർ സ്റ്റാറിനെ ഓർമ്മയില്ലേ? ആ 500 ഇനങ്ങളിൽ വെച്ച് ലോകത്തെ തന്നെ മാറ്റിമറിച്ച ആ താരത്തിന്റെ ശാസ്ത്രീയ നാമമാണ് അലോബാർബഡെൻസിസ് മില്ലർ. നമ്മളിൽ പലരും വീട്ടിൽ വളർത്തുന്നതും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതും ഇതേ ചെടിയാണ്. ഇതൊരു രസകരമായ കാര്യമാണ്. ഇതിന്റെ പുറംഭാഗം നോക്കൂ. കൊടും വരൾച്ചയെ അതിജീവിക്കാൻ പാകത്തിലുള്ള പരുക്കനും മുള്ളുകളുമുള്ളതുമായ പ്രകൃതം. പക്ഷെ ഉള്ളിലോ വളരെ തണുപ്പുള്ള, ഈർപ്പമുള്ള, സുതാര്യമായ ഒരു അത്ഭുത ജെല്ലും. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ. ശരിക്കും പ്രകൃതിയുടെ ഒരു മാജിക് തന്നെ, അല്ലേ? ആ സുതാര്യമായ ജെല്ലിനുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നോ? വിറ്റാമിനുകൾ, ധാതുക്കൾ, ആന്റി ഓക്സിഡന്റുകൾ, ശരീരത്തിനാവശ്യമായ എൻസൈമുകൾ, അമിനോ ആസിഡുകൾ, കെമിക്കലുകളില്ലാത്ത പോഷകങ്ങളുടെ വലിയൊരു കലവർ തന്നെയാണ് മനുഷ്യ ശരീരത്തിന് ഗുണകരമാകുന്ന രീതിയിൽ ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ഭാഗം മികച്ച ചർമ്മ, കേശസംരക്ഷണം, ദൈനംദിന ഉപയോഗങ്ങൾ. സയൻസ് നമ്മൾ മനസ്സിലാക്കി. ഇനി നിങ്ങളുടെ ബാത്റൂമിലിരിക്കുന്ന ഫേസ് വാഷിലോ ഷാംപൂയിലോ ഈ ചെടിക്ക് എന്താണ് കാര്യമെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഇത് ഒരുപോലെ പ്രിയപ്പെട്ടതാകാനൊരു കാരണമുണ്ട്. ചർമ്മത്തിന് നല്ല ഈർപ്പം നൽകാനും മുഖക്കുരു കുറയ്ക്കാനും സൺബേൺ ശമിപ്പിക്കാനും ഇത് സൂപ്പറാണ്. ഇനി മുടിയുടെ കാര്യമെടുത്താലോ? താരനകറ്റാനും മുടിയുടെ വേരുകൾ ബലപ്പെടുത്താനും ഇതിലും നല്ലൊരു നാച്ചുറൽ വഴി വേറെയില്ല. ഈ സ്ലൈഡ് നോക്കൂ. വീട്ടിൽ തന്നെ വളരെ എളുപ്പം ചെയ്യാവുന്ന ചില പൊടിക്കൈകളാണിത്. തിളങ്ങുന്ന ചർമ്മത്തിന് കറ്റാർവാഴയും തേനും മഞ്ഞളും. നല്ലൊരു ഫ്രഷ്നെസ് കിട്ടാൻ നാരങ്ങയും കുക്കുംബറും. അല്ലെങ്കിൽ ലളിതമായി മുഖം കഴുകാൻ കുറച്ചു പനിനീരും ചേർക്കാം. ഇതിൻ്റെ ഒരു ഉപയോഗം എത്ര സിമ്പിളാണെന്ന് കണ്ടില്ലേ? ഇനിയിപ്പോൾ നിങ്ങൾക്കിതൊന്നും ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ കൂടിയും ടെൻഷൻ വേണ്ട. കാരണം ലോകമെമ്പാടുമുള്ള ഫേസ് ക്രീമുകളിലും ഷാംപൂകളിലും സോപ്പുകളിലുമൊക്കെ പ്രകൃതിദത്തമായൊരു ഘടകമായി കറ്റാർവാഴ എന്ന് സർവ്വസാധാരണമാണ്. അറിയാതെയെങ്കിലും നമ്മളിതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നാലാമത്തെ ഭാഗം പ്രകൃതിദത്തമായ മരുന്നുകുപ്പി. ബാഹ്യസൗന്ദര്യത്തിനും അപ്പുറം. വെറും ബാഹ്യമായ സൗന്ദര്യത്തിന് മാത്രമല്ല, ഇതൊരു ഒന്നാന്തരം പ്രകൃതിദത്ത മരുന്നുകുപ്പി കൂടിയാണ് കേട്ടോ. ഇതിന്റെ പവർഫുള്ളായ ചില ഔഷധഗുണങ്ങൾ നമുക്ക് നോക്കാം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ബാക്ടീരിയൽ, ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളാണ്. ഈ 3 സവിശേഷതകളാണ് കറ്റാർവാഴ ജെല്ലിനെ വളരെ വേഗത്തിൽ മുറിവുകൾ ഉണക്കാനും ശരീരത്തെ തണുപ്പിക്കാനും സഹായിക്കുന്നത്. ശരീരത്തിന് പുറത്തും അകത്തും ഇത് ഒരുപോലെ വർക്ക് ചെയ്യും. ചെറിയ പൊള്ളലുകൾ, മുറിവുകൾ, കൊതുകുകടിയൊക്കെ ഭേദമാക്കാൻ പുറമേ പുരട്ടാം. അതുപോലെ തന്നെ ചെറിയ അളവിൽ ഇതിന്റെ ജ്യൂസ് കുടിക്കുന്നത് ദഹനത്തിനും പ്രതിരോധശേഷിക്കും നല്ലതാണെന്ന് പലയിടങ്ങളിലും വിശ്വസിക്കപ്പെടുന്നുണ്ട്. അഞ്ചാമത്തെയും അവസാനത്തെയും ഭാഗം പരിചരണം, മുന്നറിയിപ്പുകൾ, നിഗമനങ്ങൾ. പ്രായോഗിക വഴികാട്ടി. ഇത്രയേറെ ഗുണങ്ങളുള്ള ഈ ചെടിയെ
നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാം എന്ന് നോക്കാം. ഇത് വളർത്താൻ വലിയ പാടൊന്നുമല്ല കേട്ടോ. അത്യാവശ്യം വെയിൽ കിട്ടുന്നൊരിടത്ത് വെക്കുക, വളരെ കുറച്ച് വെള്ളം മാത്രം കൊടുക്കുക, അത്രയുള്ളൂ. വീടിനൊരു അലങ്കാരവുമാകും, ഒപ്പം പെട്ടെന്നെടുക്കാൻ കഴിയുന്ന ഒരു പ്രകൃതിദത്ത മരുന്നും നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ടാകും. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കറ്റാർ വാഴ വളരെ ശക്തമാണ്, വളരെ നല്ലതാണ്. പക്ഷേ ഇത് പൂർണ്ണമായും എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല. പ്രകൃതിദത്തമാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ചില ആളുകൾക്ക് ഇത് ചർമ്മത്തിൽ അലർജിയോ അസ്വസ്ഥതകളോ ഉണ്ടാക്കാം. അതുപോലെ തന്നെ അമിതമായി ഉള്ളിലേക്ക് കഴിക്കുന്നത് വയറിന് പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് എന്തുതന്നെയായാലും മിതമായ രീതിയിൽ ഒരൽപ്പം ശ്രദ്ധയോടെ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിതാണ്, കറ്റാർവാഴ എന്ന് പറയുന്നത് ശരിക്കും പ്രകൃതിയുടെ ഒരു സ്വിസ് ആർമി നൈഫ് തന്നെയാണ്. ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കൂ, ആരോഗ്യം, സൗന്ദര്യം അതോ ചികിത്സ, ഇതിൽ ഏത് കാര്യത്തിനാകും അമർത്യതയുടെ സസ്യമെന്ന് വിളിക്കുന്ന ഈ അത്ഭുത ചെടിയെ നിങ്ങളിന്ന് ഉപയോഗിക്കാൻ പോകുന്നത്? ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നും പ്രകൃതിയുടെ ഈ വരദാനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാകുമെന്നും കരുതുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ.